ചെറുപ്പത്തിൽ ഇവൻ എങ്ങനെയായിരുന്നു അതേ ചായ ആ കൊച്ചിന്. ഇവന്റെ ചായ? അയ്യേ, എന്താണ് എന്റെ ചായക്ക് ഒരു കുഴപ്പം? ചായയൊക്കെ ഓക്കെ, അമ്മാവന്റെ സ്വഭാവം വരായിരുന്നാ മതി. ഞാൻ നിന്റെ അത്ര മോശമല്ല. എന്റെ പേര് തന്നെ ഇടുന്നു അവൾക്ക് വലിയ നിർബന്ധമായിരുന്നു, പപ്പിന്ന്. ആണായോണ്ട് ഏതായാലും ഇനി അത് നടപ്പില്ല. ഈ പെണ്ണുങ്ങൾക്ക് ഒരു ബുദ്ധി ഇല്ലെന്ന് പറയുന്നത് ശരി തന്നെയല്ലേ? വല്ല ബേബിന്നോ മണിന്നോ തങ്കുന്നോ അങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ ആണായാലും പെണ്ണായാലും ഇടായിരുന്നല്ലോ. ആ, നല്ലൊരു പേര് സെലക്ട് ചെയ്യാൻ പവിത്രം പറഞ്ഞയച്ചിരിക്കുക. നല്ലൊരു ഉഗ്രം പേരുണ്ട്. എന്തോന്ന്? രാവണൻ. അത് നിനക്കൊരു കൊച്ചുണ്ടാവുമ്പോ ഇടാം. അല്ല, രേവു എവിടെ? അകത്തുണ്ടാവും. രേവു, ദേ നോക്കിയേ, പപ്പയാണ്ടി നിനക്ക് എന്തൊക്കെയാ വാങ്ങിച്ചോണ്ടിരിക്കുന്നത്. അല്ല, പുളി തിന്നുന്നോ? ദേ വയറ്റിന് കേടാ. ആന്റി നിനക്ക് നല്ല ഉടുപ്പ് കൊണ്ടിട്ടുണ്ട്, നമുക്ക് ഇട്ട് നോക്കാം. എന്താ ദേവിയമ്മേ? അല്ല, നിങ്ങൾ വിഷമിക്കണ്ട, ദാ നിങ്ങൾക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്ക് ഇതിട്ട് നോക്കാം. ഇത് പപ്പേനിക്കാണോ? ഇവിടെ ഒരു പുളിരീറ്റ് വെക്കവിടെ, നീ കൊണ്ടുപോ. പറഞ്ഞില്ലേ? ചെല്ലേ. മോളെ, എന്താ ഡോക്ടർ? ഐ എം സോറി, രേവതി 2 മാസം ഗർഭിണിയാണ്. ഒരുപക്ഷെ ഡോക്ടർക്ക് തെറ്റുപറ്റിയതാവും. അല്ല ബാല, ദേവകി അമ്മയ്ക്ക് മുമ്പേ സംശയം ഉണ്ടായിരുന്നു. പറയുന്നത് തെറ്റാവുമെന്ന് കരുതി അവര് പറയാതിരുന്ന. ഞാൻ എന്ത് ചെയ്യൂടാ? എന്റെ രേവതിയെക്കുട്ടിയെ ചതിച്ചവൻ ആരാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. നീ ഇമോഷണൽ ആകാതെ സമാധാനമായിട്ടിരിക്കെ, നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ? ഞാൻ ചോദിക്കാൻ രേവതിയോട്. രാജേട്ടൻ വിഷമിക്കണ്ട. അവളോട് എന്ത് ചോദിക്കാൻ ആരാധിയെ? എന്തു ചോദിക്കുന്നു, എങ്ങനെ ചോദിക്കുന്നു എന്നുള്ളതല്ലല്ലോ പ്രധാനം. ആരാണെന്നറിയുക, അത് ഞാൻ കണ്ടുപിടിക്കാം. രേവതിക്കുട്ടിക്ക് ചോക്ലേറ്റ് വേണ്ടേ? രേവതിക്കുട്ടി എന്താ ചെയ്യണേ? ഒരുക്കുക. ചേച്ചിയും കൂടട്ടെ ഒരുക്കാൻ. ചേച്ചി ഒരു കഥ പറയട്ടെ? വേണ്ട. ഒരു പാട്ട് പാടാം? വേണ്ട. നോക്ക്, പിന്നെ എന്താ വേണ്ടേ? ഇവിടെ തൊഴിക്കാൻ ഒരു പൊട്ട് വേണം. തരാട്ടോ. ഇനി ഇവിടെ നമുക്ക് ഉറക്കാം. രേവതിക്കുട്ടി, ആരാണെന്ന് പറ. പറയൂ മോളെ, ആരാണെന്ന്. മിക്കി മൗസിന്റെയും ഡൊണാൾഡ് ഡക്കിന്റെയും കാസറ്റ് കാണണോ? എന്നാ ആരാണെന്ന് പറ. അത് അത് അത്
പറയൂ രേവതിക്കുട്ടി. അത് രാജകുമാരൻ. പ്രായമായ ഒരു പെണ്ണ് വീട്ടിലുള്ളപ്പോ പലർക്കും ആവശ്യത്തിലേറെ സ്വാതന്ത്ര്യം കൊടുത്തിട്ടല്ലേ? അതൊന്നും പറഞ്ഞിട്ട് ഇനി കാര്യമില്ല. സംഗതി വഷളാവുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. അത് എടുക്കേണ്ടത് നീയാണ് രാജശേഖര. മഹാബാബി എന്തോന്നാ കേക്കുന്നേ? ഓടവിടുന്നു. എന്തോന്ന് എന്തോന്നാ കേക്കുന്നേന്ന്? പാട്ടാ കേക്കുന്നേന്ന്. ഞാനും കുറച്ച് കേക്കട്ടെ. വേണ്ടേ? പ്ലീസ് ഏയ്. ചിന്നു പ്ലീസ്. ചിന്നു പ്ലീസ്. വലിക്കില്ലേ? അയ്യോ, ചെവി. അയ്യോ, പൊട്ടിച്ചോ? അയ്യോ, അയ്യോ, പൊട്ടിച്ചോടാ. അയ്യോ, അത് പൊട്ടിച്ചോ? ഇതുപോലെ ഒട്ടിച്ചാടാ. വേണ്ടടാ, എനിക്ക് വേറെ വാച്ചായിരുന്നു. എനിക്ക് ഇതുപോലെ പൊട്ടിച്ചാ. അയ്യോ, വേണ്ട, പൊട്ടിച്ചോ. അയ്യോ, എനിക്ക് ഇതുപോലെ ഒട്ടിച്ചാ മതി. ബഹളം വെക്കാതെ പാട്ട് കേട്ടാ പോരെ. അതിങ്ങിതാ. പാട്ട് കേൾപ്പിക്കാം. പക്ഷെ ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയൂ. അത് തരാമെങ്കിൽ ഞാൻ സത്യം പറയാം. പറയുമല്ലോ? ആ, പറയാം. പിടിച്ചോ. രേവതിക്കുട്ടി, രാജകുമാരന്റെ പേരെന്താ? രാജകുമാരന്റെ പേരെന്താന്ന്? രാജകുമാരൻ. എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് പാട്ട് കേൾക്കാവേ. എടാ, നിനക്കറിയില്ല അല്ലേ എന്റെ പെങ്ങളെ പിഴപ്പിച്ചത് ആരാണെന്ന്? രാജേര. എടാ, ഓരോ ദിവസവും ഞാൻ അവൾക്ക് രാജകുമാരന്റെയും രാജകുമാരിയുടെയും കഥ പറഞ്ഞു കൊടുത്തിരുന്നത് അവൾ ഉറങ്ങാൻ വേണ്ടി മാത്രമായിരുന്നില്ല, എന്റെയും കൂടി മനസ്സമാനത്തിന് വേണ്ടിയായിരുന്നു. വെറുതെ ആണെങ്കിലും അവളെ രക്ഷിക്കാൻ അതുപോലെ ആരെങ്കിലും വരുമെന്ന് കരുതിയിട്ടാ. നീ അവളെ. നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. അല്ല. അതെ രാജേര, ഞാൻ അവളെ പിഴപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള ചങ്കൂറ്റം എനിക്കുണ്ട്. രേവതിക്കുട്ടി, ആരാ ഇത് പാടിയത്? ആരാന്ന്? രാജകുമാരൻ. ആദ്യം മുറി കഴിച്ചാവേ. രേവതിക്കുട്ടി, അയ്യ, രാജകുമാരൻ. അവൻ എവിടെയുണ്ട്? നീ വിഷമിക്കണ്ട, അവനെ ഞാൻ കൊണ്ടുവരാം. ശരി, സമ്മതിച്ചു. ഫിറ്റായി പോയപ്പം പറ്റിപ്പോയൊരബദ്ധം. പക്ഷെ മണ്ണുണ്ണി, എന്റെ കല്യാണം നിശ്ചയിച്ചിരിക്കുക. അത് നമ്മുടെ രാജുവിന്റെ പെങ്ങളെ. ഈ അവസ്ഥയിൽ തലയ്ക്ക് സുഖമില്ലാത്തൊരു പെണ്ണിനെ. തലയ്ക്ക് സുഖമില്ലാത്തതല്ല, മെന്റലി റീട്ടാർഡഡ്. അവളൊരു പാവം പെണ്ണാടാ. ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ കുറെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. ഇല്ലെങ്കിൽ ഞാൻ തോന്നണം അല്ലേ? എടാ, അവൾക്ക് ഇങ്ങനെ സംഭവിക്കാൻ കാരണക്കാരൻ ഞാനാണെന്ന് നിനക്കൊരു ഉറപ്പുണ്ടോ? ഉണ്ട്. എങ്ങനെ? എനിക്കറിയാം. രേവതി പറഞ്ഞു. അവളെ നീ അല്ലാതെ മറ്റാരും. മറ്റാരും? എടാ, കാണാൻ കൊള്ളാവുന്നൊരു പെണ്ണ് നിന്റെ വീട്ടിൽ തേരാപ്പാര കയറി ഇറങ്ങി നടന്നാൽ നീ വെറുതെ വിടൂ? ദേ, നിന്റെ തടി ഊരാൻ വേണ്ടി എന്റെ തല കെട്ടി വെക്കാൻ നോക്കരുത്. രവി, സത്യമായിട്ടും ഇത് കൂടുതൽ സത്യങ്ങളൊന്നും കെട്ടി നൽകണ്ട. നിന്റെ സത്യസന്ധതയെ കുറിച്ചൊക്കെ എനിക്കറിയാം. രവി, പ്ലീസ്. കയറാ, എന്റെ സ്വഭാവം മാറ്റരുത്. രവി, പോടാ.